ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ കളക്ടറേറ്റ് സമുച്ചയത്തിന് ഉള്ളിലെ അനധികൃത പള്ളി പൊളിച്ചു മാറ്റാൻ കോടതി ഉത്തരവ്. സഹാറൻപൂർ സിറ്റി മജിസ്ട്രേറ്റ് കോടതിയാണ് ബജ്രംഗ്ദൾ നേതാവ് വികാസ് ത്യാഗിയുടെ പരാതിയിൽ അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റാൻ 6.41 കോടി രൂപ പിഴയടയ്ക്കാനും ഉത്തരവിട്ടു. സഹാറൻപൂരിലെ കളക്ട്രേറ്റ് സമുച്ചയത്തിനുള്ളിൽ അനധികൃതമായി ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വികാസ് ത്യാഗിയുടെ പരാതി. മതപരമായ പ്രവർത്തനങ്ങൾ കൂടാതെ വാണിജ്യ ആവശ്യങ്ങൾക്കും ഈ സ്ഥലം ഉപയോഗിക്കുന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. അതീവ രഹസ്യ സ്വഭാവമുള്ളതുൾപ്പെടെ ഭരണപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന സർക്കാർ മേഖലയാണിതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 1972 നിയമമനുസരിച്ച് ഭൂമി കയ്യേറിയുള്ള അനധികൃത നിർമ്മാണമെന്ന് കോടതി ഉത്തരവിടുകയായിരുന്നു. കളക്ട്രേറ്റ് സമുച്ചയത്തിൽ നിന്ന് പള്ളി ഉടൻ ഒഴിപ്പിക്കാനും നിയമപരമായി തന്നെ നഷ്ടപരിഹാര തുക ഈടാക്കാനും കോടതി ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉത്തരവ് നടപ്പാക്കാൻ 1 മാസ സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. അതേസമയം 100 വർഷം പഴക്കമുള്ള പള്ളി പൊളിക്കാനാണ് കോടതി ഉത്തരവെന്നും അനധികൃതമായല്ല നിർമ്മിച്ചതെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് MP ഇമ്രാൻ മസൂദ് രംഗത്ത് വന്നു. जमीन पर चाहे वो सरकारी हो या गैर सरकारी हो, अगर उस जमीन के ऊपर उसका हक नहीं है तो उस मस्जिद में नमाज भी नहीं होगी. मस्जिद के लिए बहुत सख्त पाबंदियां हैं और हम सबसे अपील करना चाहता हूं कि ये लड़ाई कानूनी है और कानूनी तौर पर ही लड़ी जाएगी, कोर्ट में ही लड़ी जाएगी. സർക്കാർ ഭൂമിയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമെതിരെ കർശന നടപടിയാണ് ഉത്തർപ്രദേശ് സർക്കാർ സ്വീകരിക്കുന്നത്. സഹാറൻപൂരിലും കോടതി വിധി പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. ജനം, ഡൽഹി.